ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അങ്ങനെ നമ്മുടെ ഷാനവാസിക്കയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നേക്കുവാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ. ഫസ്റ്റ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഷാനവാസിക്ക ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അതിൽ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല എന്താ പറയുക, ഒരു വൈബാണ് ശരിക്കും ഷാനവാസികമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ഇത്രയും പോസിറ്റീവായിട്ടുള്ള മൈൻഡുള്ള ഒരാളെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ഇൻ്റർവ്യൂ കാണുന്ന നേരം. അതിൽ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരുമാതിരി വെറുത്ത ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ആങ്കർ വാസ് ഓൾസോ ടു ഗുഡ്. അപ്പോൾ ഷാനവാസിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ, അതായത് ഷാനവാസിക്ക് അന്ന് ലൈവിൽ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, PR കൊണ്ടാണ് എന്താ പറയുക, PR ഇല്ലാഞ്ഞിട്ടും തേർഡ് പൊസിഷനിലെത്തി എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഷാനവാസിക്ക് അതിനൊരു ക്ലാരിറ്റി ഇവിടെ വരുത്തുന്നുണ്ട്. ഷാനവാസിക്ക് അത് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും പല യൂട്യൂബ് ചാനൽസ് ഷാനവാസിക്കെതിരെ അത് നിന്നുവെന്നും ഷാനവാസിക്ക് അത് കണ്ടുവെന്നും ഷാനവാസിക്ക് പറയുന്നു. പക്ഷേ ഷാനവാസിക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഷാനവാസ് എന്ന പേര് അവർ വെക്കുന്നത് കൊണ്ട്, അവർ പറയുന്നത് കൊണ്ട് ഷാനവാസിക്ക് അത് സന്തോഷമേ ഉള്ളൂ എന്നാണ് ഷാനവാസിക്ക് അത് പറയുന്നത്. അത്രയും പ്യുവർ സോളാണ് ഷാനവാസിക്ക. അതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെ ആയിരുന്നു: പണം കൊടുത്ത് PR കൊടുത്തിട്ട് എന്താ പറയുക, എനിക്ക് ഗതികേടില്ല, പണം കൊടുത്ത് PRൻ്റെ ഇതെടുത്ത് വിന്നറാവുന്നതിന് അതിൻ്റെ ഒരു ഗതികേടില്ല എന്നൊരു ക്യാപ്ഷനായിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ട്. അതായത് PR മാത്രം പോരാ, കാരണം ഫുള്ളായിട്ട് കാണുന്നില്ല. അത് ആ ഒരു ക്യാപ്ഷൻ കണ്ടപ്പോഴേ പറഞ്ഞു. അതിൽ ഓൾറെഡി ഷാനക്ക പറഞ്ഞിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, അനുമോൾക്ക് ആങ്കർ ചോദിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ടോ അനുമോളെ എന്ന്. അപ്പം ഷാനവാസിക്ക് അങ്ങനെ പറഞ്ഞു, എനിക്ക് PR എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു എന്നും ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ അറിയില്ല, കാശ് കൊടുത്തിട്ട് കയറാൻ പറ്റുമെന്നും. അങ്ങനെ തമാശയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും PR കൊടുത്തിരിക്കുന്നത് തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആണ് പറയുന്നത്, എനിക്ക് PR കൊടുത്ത് കയറേണ്ട ഗതികേടില്ല, എനിക്ക് ഓൾറെഡി ഫാൻസ് അത് മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. പിന്നീടൊരു കാര്യം പറയുന്നുണ്ട്, അനുമോൾക്ക് PR ഉണ്ട് എങ്കിൽ അനുമോൾ PR മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അനുമോൾ അവിടെ കണ്ടൻറ്റ് കൊടുക്കണം. അപ്പോൾ അനുമോൾ ഓൾറെഡി ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് കിട്ടിയത്. അല്ലാതെ PR കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുമെന്ന് ഷാനവാസിക വിചാരിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഒരു വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നമ്മളതിനെ വിലയിരുത്താൻ, അല്ലാതെ ഒരു ക്യാപ്ഷൻ മാത്രം ഇട്ടിട്ടല്ല വിലയിരുത്തേണ്ടത്, ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം വിലയിരുത്താൻ. അതേപോലെ തന്നെ ഷാനവാസിക വേറൊരു കാര്യം പറയുന്നത്, ഈ PRൻ്റെ കേസ് തന്നെയാണ്. പലർക്കും, അതായത് ഷാനവാസിക്ക് കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്, പലർക്കും അതിൽ ഹൗസിനകത്തിലുണ്ടായിരുന്ന പലർക്കും PR ഉണ്ടായിരുന്നു എന്നും ആ PR ഓൾറെഡി ഹൗസിൽ അവർ കണ്ടൻറ്റ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കണം, അതായത് അനുമോളെക്കാളും കണ്ടൻറ്റ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കാണത്തില്ല, അനുമോളായിരിക്കും ഒരുപാട് കണ്ടൻറ്റ് കൊടുത്തിരുന്നത്, അതുകൊണ്ടാണ് PR അനുമോൾക്ക് സപ്പോർട്ടായി നിന്നത്. അപ്പം കണ്ടൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും പുറത്ത് പോയി അല്ലെങ്കിൽ ഇവിക്ഷൻ നടന്നത് എന്നാണ് ഷാനവാസിക പറയുന്നത്. അത് ചിലപ്പോൾ അത് സത്യമല്ലേ, നമ്മൾ കണ്ടൻറ്റ് കൊടുക്കാതെ ഒരാൾക്ക് വിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അനുമോൾ ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നിരുന്നെങ്കിൽ അനുമോൾക്ക് അത്രയും ഒരു പവർ വരണം എന്നില്ല. അപ്പോൾ കോണ്ടൻറ്റ് കൂടെ കൊടുത്തിട്ടാണ് പറഞ്ഞു വരേണ്ടത്. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദ മോസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കോംബോ അനീഷിൻ്റെയും ഷാനവാസിക്കയുടെയും കാര്യം, അനീഷേട്ടൻ്റെയും ഷാനവാസിക്കൻ്റെയും കാര്യം. അതിലെടുത്ത് പറയേണ്ട കാര്യം, അനീഷ് എന്തായാലും ഒരു ദിവസം 2-3 പ്രാവശ്യം വിളിക്കും. അതായത് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഫസ്റ്റ് അനീഷ് ഷാനവാസിക്കനെ വിളിച്ച് പറയുമെന്ന് പറയുന്നതാണ്. പലരും ഇതിനൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് കരുതിയിട്ടുണ്ട്. അതായത് അക്ബർ, ജിഷിൻ, അപ്പാനി ആൻഡ് ഈവൻ അഭിലാഷ്, ഒനീൽ, ഇവരെല്ലാവരും തന്നെ ഇതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി പ്യുവർ സോളായിട്ട് ഇവർ രണ്ടുപേരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഒരു ദിവസം 2-3 പ്രാവശ്യം ഒരാളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഒരാൾ അങ്ങനെ വിളിക്കുന്നത്. എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ആൾ വിളിച്ച് പറയുമെന്ന് പറയുന്നതും നമുക്ക് സന്തോഷമാണത് കിട്ടും. അവർ രണ്ടുപേരും കാണുമ്പോൾ തന്നെ ഒരു വൈബാണ്. ഇവൻ്റെ സ്റ്റാർ സിംഗറിലെ ലോഞ്ചിന് വന്നപ്പോൾ തന്നെ അവരുടെ വീഡിയോ ഇട്ടതിലും ഒരു മച്ചാനെ അത്രയും പോലെ അത് ഭയങ്കര ഒരു ഹിറ്റാവുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. ഇപ്പം തന്നെ അത് മില്യൻസ് അടിക്കുന്നുണ്ട്. അതിലെ കമൻറ്റ്സ് കാണുമ്പോഴും നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പം പിന്നീട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ തമ്മിലുള്ള കോംബോ. ആദ്യം ഷാനവാസിക്ക് അത് ഫുള്ളായിട്ട് തുറന്നു പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ്ലി ഈ അനീഷിൻ്റെ സ്വഭാവം എങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഷാനവാസിക്ക് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഷാനവാസിക്ക ഈ അനീഷിൻ്റെ പുറകെ നടന്നതാണെന്നും, ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി ആയിരുന്നില്ല, ഇയാൾ എങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. പക്ഷേ പിന്നീടൊരു പോയിന്റിൽ എത്തിയപ്പോൾ ഷാനവാസിക്ക് മനസ്സിലായി, ഇയാൾ ഇങ്ങനെ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ, ആൾ പാവമാണ്, അയാൾ എന്താ പറയുക, ഒരു നല്ലൊരു ജെനുവിൻ പേഴ്സണാണ്, ഇയാൾ പുറത്തേക്ക് കാണിക്കുന്ന ഒരു ഇത് അല്ല, ഇതൊക്കെ വെറും ഗെയിമും സ്ട്രാറ്റജിയുമാണ്. അതുകൊണ്ട് അപ്പം ആദ്യമേ തുടങ്ങിയപ്പം ആളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇതായിരുന്നു. പക്ഷേ പിന്നീടത് ട്രൂ ഫ്രണ്ട്ഷിപ്പായിട്ട് മാറി. അതുപോലെ അതായത്
ഹൗസിലുണ്ടായിരുന്നപ്പോൾ ഗെയിം വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ. ഗെയിമിലാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ എപ്പോഴും അത് ഇവിടെ ആയിരിക്കും, അതായത് ഹേർട്ടിലായിരിക്കും ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഷാനിമൊക്കെ സംസാരിച്ചത്. അത് മോസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞതാണ് അല്ലേ. ആ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു കോംബോ ഇഷ്ടമായിരുന്നു. ഈവൻ മറ്റുള്ള മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടുന്നവർ പോലും ഈ കോംബോ വളരെ സത്യം പറഞ്ഞാൽ അവർ സൈലൻ്റ്ലി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സോ എനിവേ എല്ലാ ജീവിതകാലം ഫുൾ അവരുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്നേഹം എന്ന് നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാവുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഷാനവാസിക പറഞ്ഞ ഡെയിലി ഒരു 2-3 പ്രാവശ്യം വിളിക്കുമെന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു എന്താ പറയുക, മനസ്സിലത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഡെയിലി 2-3 ടൈംസ് വിളിക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ നെഗറ്റിവിറ്റീനെ എങ്ങനെയാണ് ഷാനവാസിക പോസിറ്റീവ് ആക്കുന്നത് വെച്ചാൽ പുള്ളിക്കാരനൊന്നും, അതായത് അവരൊരു കോണ്ടൻറ്റിന് വേണ്ടി അവർ ഒരു വീഡിയോ ഉണ്ടാക്കുന്നു, നെഗറ്റീവ് ആക്കുന്നു, അതിനൊന്നും കുഴപ്പമില്ല ഷാനവാസിക്ക്. ഷാനവാസ് ഇസ് വെരി കൂൾ ആൻഡ് വെരി ഹംബിൾ ആൻഡ് ജെനുവിൻ പേഴ്സൺ എന്നാണ് എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂന്ന് നിന്ന് എനിക്ക് മനസ്സിലായത്. ഇൻ്റർവ്യൂയുടെ ഫസ്റ്റ് പാർട്ട് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ടിൽ ലാസ്റ്റ് ഇവർ കാണിച്ചു വെക്കുന്ന അബൌട്ട് ആദില നൂറയുടെ കേസ് പറയുന്നുണ്ട്. അത് ഓൾസോ അവരെ എങ്ങനെയാണ് ഫ്രണ്ടാക്കി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അബൌട്ട് ജിസൈലിൻ്റെ വസ്ത്രദാനത്തിനെ പറ്റി ഷാനവാസിക പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഒരു ക്ലാരിറ്റി ഷാനവാസിക ഒരു ഇൻ്റർവ്യൂവിൽ എല്ലാം തന്നെ തുറന്ന് പറയുന്നുണ്ട്. ജിസൈലിൻ്റെ ഒരു ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടുള്ള അന്ന് ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് കമൻസ് നെഗറ്റീവ് കമൻസും ഒക്കെ വന്നിട്ടുണ്ട്. അബൌട്ട് ആദില നൂറയുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പെങ്ങൾ പായസം എടുത്തതല്ല എന്നും ഷാനവാസിക അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാമാണ് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അനുമോൾ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഷാനവാസിക പറഞ്ഞു വെക്കുന്നത്. കാരണം PR കൊണ്ട് മാത്രം പോരാ, അത് ഓൾസോ എന്ത് വേണം, ജനപിന്തുണ അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് കൊടുക്കണം. കോണ്ടൻറ്റ് കൊടുക്കാതെ PR മാത്രമാണെങ്കിൽ ഒരിക്കലും ആർക്കും ജയിക്കാൻ പറ്റത്തില്ല എന്ന് ഷാനവാസിക അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ അനീഷാണ് വിന്നർ എന്നും നെക്സ്റ്റ് ഇതിൽ ഷാനവാസിക പറയുന്നുണ്ട്. അനീഷേട്ടന് വിന്നർ ആകണമെന്നായിരുന്നു ഷാനവാസിക വിചാരിച്ചിരുന്നതെന്നാണ് ഷാനവാസിക പറയുന്നത്. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.